എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് ഞാനത് സ്വയംവിമർശനം നടത്താനാണ്. നിങ്ങൾ ഇത്തരം ചില മാധ്യമങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരമുണ്ട്. ആ ചെറ്റത്തരത്തിന് ഞാനാണോ സ്വയംവിമർശനം നടത്തുന്നത്? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പിണറായി വിജയൻ എന്നൊരു വ്യക്തിയാണോ ആക്രമിക്കുന്നത്? ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. കേരളത്തിലെ LDF എന്ന മേഖലയെ തന്നെ തകർക്കാൻ വേണ്ടിയല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അതല്ലേ വസ്തുത. അതെന്താണ് മറന്നു പോകുന്നത്? ഇനി ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് ഒന്നും ഓർമ്മയില്ല എങ്കിലാ. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇന്നലെ ഒരു സംഭവം ഉണ്ടായല്ലോ. ഒരു മാധ്യമം ഒരു വാർത്ത കൊടുക്കുകയാണ്, ഒരു ചർച്ച നടത്തുകയാണ്. ആ ചർച്ചയിൽ രണ്ട് കൂട്ടരെ മത്സരിക്കുന്നുള്ളൂ. ആ രണ്ട് കൂട്ടർ UDF-ഉം അതോടൊപ്പം BJP-യാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അവസാനം LDF-ന്റെ ഒരു പാവം ഇവിടെ മത്സരിക്കുന്നു എന്നൊരു വാചകവും. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. യഥാർത്ഥത്തിൽ അവിടെ പ്രധാന മത്സരത്തിന്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നയാള് LDF-ന്റെ പന്ന്യൻ രവീന്ദ്രനാണല്ലോ. അദ്ദേഹത്തെ അങ്ങ് തമസ്കരിക്കുകയാണ്. അത് പിണറായി വിജയനുള്ള വിരോധത്തിന്റെ ഭാഗമായിട്ടാ. ഇതാണ് സ്വീകരിക്കുന്ന രീതി. എന്റെ പഴയ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ വിഷം കുടിച്ച് മരിക്കുമെന്ന് പറഞ്ഞവരുടെ സന്തതി പരമ്പരകളാവുമ്പോൾ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ നില തന്നെ തുറന്നു പോകണോ? അനുഭവത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? എന്റെ ഈ തല തന്നെ കേശവൻ ചേട്ടന്റെ തൃപ്പാദത്തിനിടെ തിരികെ വെച്ചിരിക്കുകയല്ലേ, എന്താണോ കാര്യം? ഇവിടെ എത്ര കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം പങ്കാളിത്തം വഹിച്ച ഗവൺമെന്റുകൾ ഉണ്ടായി? ഈ നാടിന് പുരോഗതി അല്ലാതെ അധോഗതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധോഗതിയുടെ ഘട്ടത്തിൽ നിന്ന് പുരോഗതിയിലേക്കല്ലേ നാട് നയിച്ചിട്ടുള്ളത്? അല്ലേ നമ്മുടെ അനുഭവം? ഇവരുടെ പ്രചരണത്തിന് എന്തെങ്കിലും സാങ്കത്യം ജനങ്ങൾ നൽകുന്നുണ്ടോ? അതും നമ്മുടെ അനുഭവത്തിലുള്ളതല്ലേ? താൻ എന്നെ കുത്തുവാള എടുപ്പിക്കാൻ വന്നാണോ? കാലം കുറച്ചാലും ഇപ്പൊ ശരിയാക്കാന്ന് ചിലച്ചോണ്ടിരുന്നാ പോരാ. എപ്പൊ ശരിയാക്കാ ഒക്കൊന്ന് ഇപ്പൊ പറയണം. ഞാൻ പോകുന്നു. ബൈ ബൈ.